നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീലിൻ്റെ പ്രീ ക്വാർട്ടർ എതിരാളി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അത് നോർവേ ആണ്. ഇന്ന് നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച നോർവേ ഇനി നേരെ ചെന്ന് ചാടുന്നത് ബ്രസീലിൻ്റെ കൈകളിലേക്കാണ്. തീർച്ചയായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നോർവേയോ ഐവറി കോസ്റ്റോ ഇത് ഏതെങ്കിലും ഒന്നായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അത് നോർവേ ആണെന്ന് തീരുമാനമായിരിക്കുന്നു. ഈ ജപ്പാൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ നോർവേയും അത്ര എളുപ്പത്തിലുള്ള ഒരു എതിരാളി അല്ല. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ശക്തരായ എതിരാളികൾ തന്നെയാണ്. നോർവേക്ക് നല്ല മികച്ച കളിക്കാരുണ്ട്. എർലിംഗ് ഹാലൻഡിനെ പോലെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ, ഫുട്ബോളിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ, ക്ലബ് ഫുട്ബോളിലൊക്കെ ഗോളടി മെഷീനായ, ക്ലബ് ഫുട്ബോളിൽ മാത്രമല്ല നോർവേക്ക് വേണ്ടിയും അദ്ദേഹം ഒരു ഗോളടി മെഷീനാണ്. ആ ഗോളടി മെഷീനായ എർലിംഗ് ഹാലൻഡിൻ്റെ നോർവേയാണ് ബ്രസീലിൻ്റെ എതിരാളി. എന്തായാലും ബ്രസീലിന് കളമറിഞ്ഞ് കളിക്കുകയും എതിരാളിയെ കണ്ടറിഞ്ഞ് കളിക്കാനും കഴിയുന്ന സാഹചര്യമുണ്ട്. ജപ്പാനെതിരെയൊക്കെ പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ബ്രസീൽ കളിച്ചൊരു കളിയുണ്ട്. അസാധ്യ ഒഴുക്കോടുകൂടിയുള്ള ആ കളി, അത് തീർച്ചയായിട്ടും അവർ നല്ല ഒത്തിണക്കത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒഴുക്കിലായിട്ടുണ്ട് ബ്രസീലിൻ്റെ കളി. അതുകൊണ്ട് നോർവേ എന്ന് പറയുന്നത് അത്ര നോർവേയെയും അവർക്ക് മറികടക്കാൻ കഴിയും എന്ന നിലയിലുള്ള ഒരു കളിയായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. എങ്കിലും നോർവേ ശക്തരായ എതിരാളികളാണ്. ലോകകപ്പിൽ ഒരാൾ പോലും, ഒരു ടീം പോലും മോശക്കാരല്ല. അവർ നോർവേയും അതിശക്തമായി കളിക്കുകയും മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു മത്സരമായിരിക്കും അത് എന്നത് ഉറപ്പാണ്.